Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good Good evening, evening, ma'am. miss. Good evening, ma'am. Good Good evening. evening. Good evening. Good evening. Good Good evening. evening, ma'am. Good evening. Happy New Year to all. Happy New Year, miss. Happy New Year, Happy ma'am. New Year, ma'am. Happy New Year. Happy New Year. Happy New Year. Happy New Year, Mave. Happy New Year. Happy New Year. Happy New Year. Happy New Year. Happy New Year, ma'am. Good evening. Happy New Year. 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 Good evening, ma'am. Good evening. Happy New Year. Happy New Year. Full energy എടുത്തിട്ടാ New Year wish പറയാൻ. Good evening. Happy New Year. Happy New Year. Happy New Year. കുട്ടികളൊക്കെ നല്ല ഓണായിട്ടിരിക്കുന്നു. അതെ അതെ. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് അവധിയൊക്കെ ആയിരുന്നല്ലോ അവർക്ക് ഇവിടെ. അതെ അതെ. ഓക്കെ ഫൈൻ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ആവുമായിരിക്കും. 8:02. So we can start. Who is ready for prayer? ഞാൻ ചെയ്യാം, ma'am. Okay, Maya. Walking with the Lord, we are walking in the morning. Lift up your heart, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your heart, for you are singing to the Lord. Hand in hand with everyone, we are walking, black and white, and brown together, walking, singing new songs, singing new lives, building new bridges, walking distance mile, walking in the Lord, we are walking in the morning. Lift up your hearts, you are walking with God. Thank you, ma'am. Mommy. Okay, so once again, a very good morning and warm wishes for the new year. It's 2025, so we all Good are evening, ready. and ma'am. Good morning, എല്ലാം മറന്നുപോയി. അതിനെന്താ, അത് കുഴപ്പമില്ല. ഓക്കെ. രാവിലെ തുടങ്ങി കയറിയിരിക്കുന്നതല്ലേ, പലപ്പോഴും ചിലപ്പോ സമയം നോക്കിയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ വാവ കുട്ടീസ് ഒക്കെ അവര് കറക്റ്റ് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തോട്ട്സ് ഫോർ ദ ഡേ ഉണ്ടോ? 2024 തന്നെ വരുള്ളൂ. 2025 എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ വിചാരിച്ച കണ്ടിന്യൂഷൻ ഓഫ് 2024. 2024 കഴിഞ്ഞിട്ടില്ല, അതിന്റെ ബാക്കി വരിക എന്നുള്ള രീതിയിൽ നമുക്കങ്ങ് പോവാം. So you started your this thing, turning point of life last year, and we are on a journey together. നമ്മളെല്ലാരും ഒരു ജേണിയിലാന്ന് വിചാരിച്ചാൽ മതി. അവര് കുട്ടീസ് ഇസ് ഓൾസോ വിത്ത് us. സാധാരണ മക്കള് പഠിക്കുമ്പം അമ്മമാരടുത്തിരിക്കുന്ന പോലെ അമ്മമാര് പഠിക്കുമ്പോൾ മക്കളടുത്തിരിക്കുവാണല്ലോ അല്ലെ? സോ അതിന് വേണം ഭാഗ്യം. അതാ ഈ ജനറേഷൻ. അതെ, നമ്മളുടെ കുട്ടി വാവകൾ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ക്ലാസ്സില്? അമ്മ, മമ്മിമാർ, ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളണേ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മളുടെ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ആവേ. ഹാപ്പി ന്യൂ ഇയർ.
മിസ്സിനെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി തോന്നുന്നു. അവര് നിർത്തുന്നേ ഇല്ലല്ലോ. ഉറക്കമൊക്കെ മാറ്റി വെച്ച് അങ്ങ് വന്ന് ഇരിക്കുവാന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടോ അവൾക്ക്? അതോ കഴിച്ചിട്ട് വന്നിരിക്കുവാണോ? ഭക്ഷണം കഴിച്ചോ എല്ലാരും? ആ, വെരി ഗുഡ്. Good evening, ma'am. കഴിച്ചില്ല. സിജിയാണോ കഴിക്കാതിരുന്നേ? പുറത്ത് പോയി കളിക്കേ പോ. ഹാളിൽ പോയി കളിച്ചോ. ഹാളിൽ പോയി കളിക്കുക ചെല്ലിച്ചേ. ചെല്ലേ എന്റെ അടുത്തുനിന്ന് വഴക്കുണ്ടാക്കാനാണ് കേറണ്ട മുറിക്കകത്ത് പൊക്കോ. കുഞ്ഞുങ്ങളെ ഓടിക്കുവാണോ? ഓടിച്ചു വിടുവാണോ? ഓക്കെ ഫൈൻ. സോ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ അതായത് നിങ്ങളുടെ മോഡ്യൂൾ 1, 2, 3 പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇച്ചിരി പാടായിരിക്കും. ഡ്രൈ പോലെയാണ് ഈ ഒരു പോർഷൻ. MBA സ്റ്റുഡൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക് ആണ്. MBA BBA. മോമ്പ് എടുത്തോണ്ടോ ചെല്ല അവിടെ ഇരിപ്പുണ്ടോ? പ്ലീസ്. ആരാണ് എനിക്ക് മനസ്സിലായില്ല. ഷാനിമോൾ മ്യൂട്ട് ചെയ്യാവോടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് നമ്മളുടെ ആ ഫസ്റ്റ് ഇനീഷ്യലി ഉള്ള ആ ഒരു ഇത് നമുക്ക് ആ ഒരു ഈ ടോപ്പിക്സിൽ ഇച്ചിരി പാടായിരിക്കും. ഇച്ചിരി ഡ്രൈ ആണ്, വേറെ ഒന്നുമല്ല. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്കൂൾ എങ്ങനെയാണ്, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജസ്റ്റ് ജനറലി വാട്ട് ഇസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും പറഞ്ഞായിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബെനിഫിഷ്യറീസ് ആണ് ശരിക്കും സംവാട്ട് മീനിങ്. അതാണ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നു? ആ സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇപ്പൊ ആക്ച്വലി മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. അപ്പൊ ഈ മാനേജ്മെന്റ് എന്നുള്ള എന്ത് കാര്യവും വരുമ്പം അതിനൊരു എറ്റിമോളജി വരും. എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വേർ ദിസ് വേർഡ് ഒറിജിനേറ്റ്. അതാണ് ഈ വേർഡ് മാനേജ്മെന്റ് എന്നുള്ള വേർഡ് എങ്ങനെ ഉണ്ടായി, അതിന്റെ സോഴ്സ് എന്താണ്, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ നമ്മൾ ഒരു വാക്ക് വരുമ്പോൾ, ഒരു വേർഡ് വരുമ്പോൾ ആ വേർഡിന്റെ ഹിസ്റ്ററി, എങ്ങനെ ഈ വേർഡ് ഫോം ചെയ്തു, അതാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റഡിയാണ്. എന്തോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അത് നമുക്ക് എന്തിലാ കിട്ടുക? പിജിന്റെ എന്തിലാ കിട്ടാന്ന് വെച്ചാൽ മനസ്സിലായില്ല. മെറ്റീരിയൽസ് ക്ലാസ് ഇല്ലേ? ഇല്ലില്ല, റെക്കോർഡ് ക്ലാസ് ആയിട്ട്. റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടില്ല നിങ്ങൾക്ക്? PG ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഇന്ന് ഉച്ചയ്ക്ക് ലിങ്ക് തരാന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിജിക്ക് സെപ്പറേറ്റ് ക്ലാസ് റൂം ആയിരിക്കും അല്ലേ നമുക്ക്? ആയിരിക്കും. അതൊന്നും വന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ലിങ്ക് ഇടാന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ല. ആ ക്ലാസ് കിട്ടിയില്ല. അതാ ഞാൻ ചോദിച്ചേട്ടാ. നാളെ മോർണിംഗ് തന്നെ ഞാനത് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ സപ്പോർട്ടിനെ അറിയിച്ചേക്കാട്ടോ. ഞാൻ ഓൾറെഡി ക്ലാസ് റൂം ഒക്കെ ജനറേറ്റ് ആയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നോട് പറഞ്ഞു റെക്കോർഡ് ക്ലാസ് 2 റെക്കോർഡ് ക്ലാസ് അതിൽ ഇട്ടു എന്നാണല്ലോ എന്നോട് പറഞ്ഞു. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ആപ്പിൽ വന്നിട്ട് ആപ്പായിട്ട് കിട്ടിയിട്ടില്ല, ആപ്പിൽ വന്നിട്ടില്ല. അപ്പൊ മറ്റേ ഡിഗ്രിയുടെ മാത്രമേ ഉള്ളൂ ക്ലാസ് റൂം കിടക്കുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നോ? ഇല്ല മിസ്സേ, വന്നില്ല. ഇല്ല അല്ലേ? ഓക്കെ, അത് നാളെ പറയാം. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് പറയാം. ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല PGക്ക്. അതാണ്. അത് ഉടനെ ചെയ്യും. കാരണം നമുക്ക് വേണ്ടുന്ന അസൈൻമെന്റ് എല്ലാം അതിലാണല്ലോ കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം അതിലാ വരുന്നത്. അപ്പൊ നാളെ തന്നെ അത് ഇൻഫോം ചെയ്യാം. പിന്നെ ടെൻഷൻ വേണ്ട. 2ാമത്തെ ക്ലാസ് ആണിത്. ഫസ്റ്റ് ക്ലാസ് ഇൻട്രോ ആയിരുന്നു. നമ്മൾ രീതിയിൽ എല്ലാവരും ഏത് മെത്തേഡാണ് പരിചയപ്പെടുന്നായിരുന്നു. ആരുടെയും കൂടെ മ്യൂട്ട് ആവാനുണ്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആരാന്നുള്ളത് എനിക്ക് സ്ക്രീനിൽ കാണുന്നില്ല. അത് ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയേ. നമുക്കറിയില്ല, വൺസ് ഒരാൾ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരാൾ അൺമ്യൂട്ട് ചെയ്യുവാണോ എന്നറിയില്ല. അപ്പൊ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാം, ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ മാനേജ്മെന്റിന്റെ ഒരു
ഒറിജിൻ അല്ലെങ്കിൽ അത് എങ്ങനെ ഒറിജിൻ ചെയ്തു, വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എറ്റിമോളജി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹിസ്റ്ററി ഓഫ് വേർഡ്സ് ഒരു കാര്യം വരുമ്പോൾ. അപ്പോ ഇതൊരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ആ സ്റ്റാർ ഇട്ടിരിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല, നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തെല്ലാം നമ്മൾ പഠിക്കും അതാണ് ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറൊന്നുമില്ല. നമ്മൾക്ക് എന്തെല്ലാമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, വാട്ട് വി വിൽ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് കണ്ടന്റ്, അതാണ് ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മെയിൻലി വേണ്ടത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ്. ബട്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ അറിയുന്നതിന് മുമ്പ് ജനറലി വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് നമുക്ക് അറിയണം. ആക്ച്വലി ഒരു മാനേജറുടെ റോൾ എന്താണ്? ഹീസ് ഡൂയിങ് സം വർക്ക് വിത്ത് അതർ പീപ്പിൾ അല്ലെ? കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ലീഡ് ചെയ്യുന്നു, ടീം ലീഡർ പോലെ ലീഡ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഇതെല്ലാം വരും അയാളുടെ. അവരുടെ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുന്നു, അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടുന്ന ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാനേജറുടെ ജോബ്. അതൊരു മാനേജ്മെന്റ് വലിയൊരു ടീമായിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ, ഹോട്ടൽ ആണെങ്കിൽ ഹോട്ടൽ, അങ്ങനെ എന്താണോ ഓർഗനൈസേഷൻ അതിന്റെ സൈസ് അനുസരിച്ച്, അത് ചിലപ്പോൾ 3 സ്റ്റാർ ആയിരിക്കാം, 5 സ്റ്റാർ ആയിരിക്കാം, അങ്ങനെ ഏതാണോ സൈസ് അതനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റിൽ ചിലപ്പോൾ ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മാനേജറെ ഉണ്ടാവുള്ളായിരിക്കും. വലിയ വലിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഓരോരോ ലെവലിലെ മാനേജേഴ്സ് കാണും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ഈവൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ഫ്ലോർ മാനേജർ, ഓരോ ഫ്ലോറിലും ഉണ്ടാകും, ഓരോ സെക്ഷനിൽ ഉണ്ടാകും. അങ്ങനെ പല പല ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും അല്ലെ. സോ വാട്ട് ഈസ് മാനേജ്മെന്റ്, അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബെനിഫിഷ്യറീസ്, നമുക്ക് അവിടെ സ്റ്റുഡൻസ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ ആരൊക്കെ ഉണ്ടോ അതൊക്കെ വരും അവിടെ. ഈവൻ ദോ അവിടെ സ്കൂളിൽ ഒരു വർക്ക് നടക്കുവാണെങ്കിൽ they are also stakeholders. സാധാരണ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മളിങ്ങനെ ഓരോ പാരഗ്രാഫ് ആയിട്ട് നമ്മൾ വായിച്ച് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുവാണ്. പക്ഷെ നമുക്കിവിടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് വളരെ കൂടുതലായതുകൊണ്ട് മോസ്റ്റ്ലി നമുക്ക് എല്ലാവരിലേക്കും അത് എത്താൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ യു ടു റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ്. ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ മനസ്സിൽ അത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണല്ലോ, നിങ്ങൾ റീഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റിലേറ്റ്. ഓക്കെ, ഒരു കാര്യം, സ്ക്രീൻ കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റുമോ? നമുക്കൊന്നും കാണാൻ തിരിയുന്നില്ല, ടെക്സ്റ്റ് ഉണ്ടായില്ല കയ്യില്. സൂം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തന്നെ നമുക്ക് തന്നെ zoom നല്ലതായിട്ട് സൂം ചെയ്യും. തസ്നിയാണോ ചോദിച്ചേ? തസ്നിയാണോ? ഓക്കെ കിട്ടി സോം ചെയ്ത്. ശരിയായോ? മാം വേർബ് അല്ലല്ലോ, വേർഡ് അല്ലേ? ദ വേർഡ് മാനേജ് ആയിരിക്കില്ലേ? യെസ് കറക്റ്റ് ചെയ്ത് പോവാട്ടോ. താങ്ക് യു സോ മച്ച്. കൊറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ദ ഫ്രഞ്ച് വേർഡ് മാനേജ്മെന്റ് എന്നുള്ളത് ബട്ട് ആക്ച്വലി ഫ്രഞ്ച് വേർഡ് മാനേജ്മെന്റ് എന്ന് തന്നെയാണ് അത്. അങ്ങനെ ഫ്രഞ്ച് വേർഡ് ഉണ്ട്. അതിന്റെ മീനിങ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കുതിര ഓടിക്കുന്നവരിങ്ങനെ അതിന്റെ സ്ട്രാപ്പ് ഇങ്ങനെ വെച്ചിട്ട് കുതിരയെ കൺട്രോൾ ചെയ്യില്ലേ? ആക്ച്വലി കുതിരയ്ക്ക് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇത് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ചല്ലേ ഇത് ഓടുന്നത്. ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ മൂടി എന്തോ പേരൊക്കെ പറയുമല്ലോ. അപ്പൊ ആ ഒരു റേഞ്ച്, ആ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്ത്, അതാണ് ശരിക്കും മാനേജ്മെന്റ് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. ബട്ട് അത് തന്നെ നമ്മള് ഹോഴ്സ് റൈഡർ ഈസ് കൺട്രോളിങ് ദ ഹോഴ്സ്, അങ്ങനെ ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്ന് മാനേജ്മെന്റ് എന്നുള്ള വേർഡിലേക്ക് വന്നു. നമുക്ക് തോന്നും, കാരണം ഫ്രഞ്ച് നമുക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നും എന്തോ മിസ്റ്റേക്ക് ആണെന്ന് തോന്നും.
അല്ലെ? ബട്ട് അതിന്റെ മീനിങ് അതാണ്. ജസ്റ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് കൺട്രോളിങ് ഓർ ഹീസ് ജസ്റ്റ് മാനേജിങ് ഓൾ ദ തിങ്സ്. ആ ഒരു മാം മാനേജ് ഇവിടെ ഉദ്ദേശിക്കുന്ന അവര് വെർബ് എന്ന് തന്നെയല്ല മാം പറയണത്, വേർഡ് അല്ല അവർ പറയണത്. മാനേജ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഡീറ്റെയിൽ ആണ് പറയണത്, വേർഡ് അല്ല തോന്നുന്നുണ്ട്. വായിച്ചിട്ട് അങ്ങനെ തോന്നിയത് അല്ലെ? ആയിരിക്കണം, അറിയില്ല. വേർബ് എന്നുള്ള രീതിയിൽ തന്നെ ഞാനും വായിച്ചത്. പിന്നെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, ഇനി വേർഡ് ആണെന്നുള്ളത്. ഇറ്റ്സ് വേർഡ്. കഴിഞ്ഞു. യെസ് മാം. ഓക്കെ, സോ ഇപ്പൊ റീഡ് ചെയ്തതെന്ന് നമ്മള് ചില പോയിന്റ്സ് നമുക്കൊന്ന് പറയാം. ആ ഒരു വേർബ് മാനേജ് എന്നുള്ളത് ഒരു ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് വന്നത്. ദാറ്റ് ഇസ് മാനേജിയറി എന്നുള്ള. ഇപ്പൊ ഇറ്റാലിയൻ ലാംഗ്വേജിൽ അതിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വേറെ രീതിയിലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും പ്രൊനൗൺസിയേഷൻ ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. മാനേജിയറി എന്നാണ് പറയുന്നത്. ജി തന്നെയാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇറ്റാലിയൻ ഇതില്. അത് ടു ഹാൻഡിൽ, എസ്പെഷ്യലി ടൂൾസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാനസ് എന്നുള്ള ലാറ്റിൻ വേർഡ്. അങ്ങനെ പല ലാംഗ്വേജിൽ നിന്നുള്ളത് എടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ഈ മാനേജ് എന്നുള്ള ആ ഒരു വേർബ് ഫോം ചെയ്തത്. ഫ്രഞ്ച് വേർഡ് മിസ്മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ലേറ്റർ മാനേജ്മെന്റിലേക്ക് ഡെറൈവ് ചെയ്യുവാണ്. അതാണ് പലപ്പോഴും ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഫ്രഞ്ചിൽ നിന്നും ഇറ്റാലിയനിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റിൻ അങ്ങനെ പലതിൽ നിന്നും ഒക്കെ ഒരു അഡാപ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഈവൻ ദോ നമ്മള് മലയാളം തന്നെ ഇംഗ്ലീഷിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, തമിഴിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, സംസ്കൃതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത് പല വേർഡ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചില വാക്കുകൾ നമ്മൾ ഹിന്ദിയിലും തമിഴിലും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ഒരേപോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് അവരുടെ ഒരു കൺട്രോളിൽ വന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്ക ലാംഗ്വേജുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഓരോ വേർഡിന്റെ ഒറിജിൻ പല അതർ ലാംഗ്വേജസിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റും. ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫ്രഞ്ചിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാനുള്ളൂ. അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ മാനേജ്മെന്റ്? ടു ഹാൻഡിൽ, ടു കൺട്രോൾ, അല്ലെങ്കിൽ ലീഡ് എ ടീം, അങ്ങനെ എന്തും ആവാം. മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് അത് അതിൽ വരുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ, അതിപ്പോ നമ്മളൊരു പിരമിഡ് പോലെ വരച്ചു കഴിഞ്ഞാൽ ആ പിരമിഡ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓരോരോ ഏരിയ ഈ മാനേജ്മെന്റിന്റെ ഓരോ കാര്യങ്ങളാണ്. ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു സെഷൻ അല്ലേ. നമ്മുടെ ടെക്നിക്കലി ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് നമ്മൾ പോയി നമ്മൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റത്തെ ഒരിത് നമ്മളുടെ ബയോഡേറ്റ നോക്കി ഫിൽട്ടർ ചെയ്തു, നമ്മൾ എലിജിബിൾ ആണെന്ന് കണ്ട് നമ്മളെ വിളിക്കുന്നു, നമ്മൾ റിട്ടേൺ എക്സാം എഴുതുന്നു, എക്സാം ക്വാളിഫൈ ചെയ്യുന്നു. ക്വാളിഫൈ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്റർവ്യൂ ആയിരിക്കും, ചിലടത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് HR സെഷനിലേക്ക് ആയിരിക്കും, HR മാനേജറുടെ അടുത്ത്. അങ്ങനെ പോകുന്നു. അങ്ങനെ ഓരോ ലെവലിൽ പോയി അങ്ങനെ ആ ഒരു ജോലി കിട്ടുന്നതായിരിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പൊ ഈ മാനേജ്മെന്റിന്റെ ലെവലില് ഈ ഓരോന്നുമുണ്ട്. പലതും പ്ലാൻ ചെയ്യുന്നത്, അവിടെ തന്നെ പല സെഷൻസ് ഉണ്ടാകും. പല കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, അവിടെയും പല സെഷൻസ് ഉണ്ടാകും. സ്റ്റാഫിങ്, റിക്രൂട്ടിങ്, അവിടെയും ഉണ്ടാകും പല സെഷൻസ്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഒരു പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രോജക്റ്റ് ഒരു ഡെഡ് ലൈൻ ഉണ്ടാകും. അപ്പൊ അതിന് അനുസരിച്ച് പല ലെവൽസ് ഉണ്ടാകും. അങ്ങനെ ഓരോ കൺട്രോളിങ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പം അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് മോസ്റ്റ് എഫിഷ്യന്റ്ലി, മോസ്റ്റ് എഫക്റ്റീവ്ലി ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ എയിം. അപ്പൊ മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് എന്താന്ന് മനസ്സിലായില്ലേ?
മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ ആ റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ടിലേക്ക് ആ ഒരു ഓർഗനൈസേഷനെ എത്തിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ എയിം. അതൊരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാവുമ്പോൾ അതിന്റെ ഗോൾ എന്തായിരിക്കും? എഡ്യൂക്കേഷണൽ റിസൾട്ട് ഓഫ് സ്റ്റുഡൻസ്. യെസ്, നല്ലൊരു റിസൾട്ട് അല്ലെ? ഇത്ര പെർസെന്റേജ് അവിടുത്തെ പാസ്, ആ ഒരു പെർസെന്റേജ് പാസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇത്ര അങ്ങനെയല്ലേ? ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഇത്ര A+ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്റ്റേറ്റിൽ പോയപ്പോൾ അവർ നാഷണൽ ലെവലിൽ കളിച്ചപ്പോൾ അത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ സ്കൂളിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ അവൈലബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാഫും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള പൊട്ടൻഷ്യൽ, അതിപ്പോ സ്പോർട്സിൽ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളെ ആ രീതിയിൽ അവരങ്ങ് ഫോം ചെയ്തങ്ങെടുക്കും. അക്കാദമിക് ബ്രില്യൻസ് കാണിക്കുന്നവരെ ആ രീതിയിൽ അവർ ക്യൂസ് കോമ്പറ്റീഷന് പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പിന്നെ സ്റ്റാഫിന് അതുപോലെ ട്രെയിനിങ് കൊടുത്തിട്ടായിരിക്കും അവർ സ്റ്റാഫിന്റെ കാര്യങ്ങൾ, സ്റ്റാഫ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യും. അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു ട്രെയിനിങ് സെഷൻ കൊടുക്കും, അവർക്കൊരു ഗ്രൂമിങ് സെഷൻ കൊടുക്കും. അങ്ങനെ യെസ്, കോമേഴ്സിൽ പഠിക്കുന്നുണ്ട് മാനേജ്മെന്റിനെ കുറിച്ച്. വളരെ ഈസി ആയിരിക്കും. ഞങ്ങൾക്കും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്റർ ഉണ്ടായിരുന്നു മാനേജ്മെന്റിന്റെ ഒരു പേപ്പർ. അപ്പം നമ്മൾ അറിയണം അല്ലെ? അപ്പം MBA സ്റ്റുഡൻസ്, BBA സ്റ്റുഡൻസ് ഒക്കെ അവരുടെ ഒരു മോഡ്യൂളോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഒരു പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു there is so many people know about this, so it will be very easy for you to take the seminar, right? അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർക്ക് സെമിനാർ എടുക്കാൻ ഈസി ആയിരിക്കില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി നിങ്ങൾ മുന്നോട്ട് വന്ന് സെമിനാർ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, സോ അതാണ്. എന്തോ നമ്മളത് കൊമേഴ്സ് അല്ല. അതാ ഞാൻ കൊമേഴ്സ് ആയവരുടെ മെസ്സേജ് ഞാനിപ്പോ കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് ഇനീഷ്യലി സെമിനാർ എടുത്ത് കാണുമ്പോഴേക്കും നമ്മൾക്കും നല്ലൊരു ഐഡിയ കിട്ടും അല്ലെ? മാനേജ്മെന്റ് അവർ പഠിച്ചിട്ടുണ്ടെന്ന് അവർ പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഷുവർ ഒക്കെ പറഞ്ഞു. വെരി ഗുഡ് രസ്ന, വെരി ഗുഡ്. എല്ലാവർക്കും എടുക്കാൻ റെഡിയാണ്. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലേക്ക് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് നമ്മളൊന്ന് ഓവറോൾ വ്യൂ ചെയ്യുന്നുണ്ട് എന്താണ് ശരിക്കും മാനേജ്മെന്റിന് വരുന്നത്. ഓക്കെ, പല ലെവലില് മാനേജ്മെന്റ് എങ്ങനെയാണ് പല ലെവലിലേക്ക് വരുക മാനേജ്മെന്റ് അത് പറയുന്നുണ്ട്. ഈസ് എൻ ആർട്ട്, സയൻസ്, ഓർഗനൈസേഷൻ, എ പേഴ്സൺ, എ ഡിസിപ്ലിൻ ഓർ എ പ്രോസസ്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. എന്താ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ഇൻബോൺ ആയിട്ടുള്ള കലയല്ലേ? ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എല്ലാരിലും എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ട് ഉണ്ടാവും അല്ലെ? അറ്റ്ലീസ്റ്റ് പാട്ട് കേൾക്കാൻ, പാട്ട് പാടാൻ, അഭിനയിക്കാൻ, റീൽസ് ചെയ്യുന്നു, ഷോർട്സ് ചെയ്യുന്നു, പണ്ട് ടിക്ടോക്ക്, അതൊക്കെ തന്നെ ശരിക്കും അതൊക്കെ ഒരു ആർട്ട് തന്നെയാണ് അല്ലെ? ഡബ് മാഷ് ചെയ്യുന്നു, ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, വോയിസ് മോഡറേഷൻ മാറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. ആരാറിയില്ല, ഒന്ന് പറഞ്ഞേക്കണേ. ധന്യ മ്യൂട്ട് ചെയ്യാവടാ. അപ്പൊ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരിലും ഉള്ളിലുള്ള എന്തോ ഒരു പവർ അല്ലെ? ആ ഒരു ആർട്ട് അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാണ് ത്രൂ സം ആക്ടിവിറ്റീസ്, ടാസ്ക്. അപ്പൊ ആളുകളിലൂടെ അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരുന്നത്. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരാളുടെ ആ ഒരു മാനേജർക്ക് അയാളുടെ അണ്ടറിൽ ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു മാനേജ്മെന്റിൽ ഒരു 50 സ്റ്റാഫ് ഉണ്ടെന്ന് കരുതുക. പല പല ജോബായിരിക്കും അവർക്ക് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റാഫിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരെ നല്ല പോലെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആർട്ട് ആ ഒരു മാനേജ്മെന്റിന് വരണം. ഇത്
ഹ്യൂമൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ലൈക്ക് ക്രിസ്മസ് ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒരു ഓർഗനൈസേഷനിൽ നടത്താൻ പോവാം. അപ്പോൾ മാനേജർ നോക്കുമ്പോൾ ഇത്രയും ആളുകളുണ്ട്, 50 to 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അതില് ചില ആൾക്കാരെ അതിന്റെ കോർഡിനേഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി ചെയ്യും. അപ്പൊ മാനേജർ ഡിവൈഡ് ചെയ്യുവാണ്. ഫുഡ് സെഷൻ ഒരാള്, എന്താ പറയാ, റിക്രിയേഷൻ, അതായത് ചില പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കണമല്ലോ, പാട്ട്, ഡാൻസ്, അപ്പൊ അതിന്റെ കോർഡിനേഷൻ ഒരാൾ ഏൽപ്പിക്കുന്നു. വെൽക്കം കമ്മിറ്റി വേറൊരാള്. അങ്ങനെയല്ലേ നമ്മൾ പലയിടത്തും വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഇതില് കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പരിപാടി, ഓരോ പോർഷനും ഓരോരുത്തരെ ഏൽപ്പിക്കും. അപ്പൊ അത് ആ ഒരു മാനേജറുടെ ഒരു കഴിവ് തന്നെയാണ്. അത് ഒരു കലാപരമായി അതിനെ കൊണ്ടുപോകുന്നു. ഇറ്റ്സ് ആൻ ആർട്ട്. ഓരോന്നും ഇന്ററാക്ട് ചെയ്യുക, ഹ്യൂമൻ റിലേഷൻസ്, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, നല്ലൊരു ബന്ധം, സ്റ്റാഫുമായിട്ട് നല്ലൊരു ബന്ധം ബിൽഡ് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് അത് ശരിയായ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഡിസിഷൻ മേക്കിംഗ്, ഒരു പ്രോബ്ലം, ഇപ്പൊ വർക്കേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെ സോൾവ് ചെയ്യുക, അതൊക്കെ ഈ മാനേജ്മെന്റിന് പറ്റണം. പലപ്പോഴും വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വരുമ്പോൾ അത് വഷളാവാതെ അത് നല്ല രീതിയിൽ രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു മാനേജ്മെന്റിന്റെ കഴിവാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് നോൺ ആസ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു മാനേജ്മെന്റ് അതൊരു ടീമാണെങ്കിൽ ആ ഒരു ടീമിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ആളാണ് അത് മാനേജ് ചെയ്യുന്ന മാനേജർ ആയിട്ടുള്ളതെങ്കിൽ അയാളുടെ ഒരു കഴിവാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും, ഇതുപോലെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഫെസ്റ്റിവലിനോട് അടുപ്പിച്ച് വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ തിരക്കായിരിക്കും. ബട്ട് സംടൈംസ് അവിടെയുള്ള സ്റ്റാഫ് അത് മാനേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ ക്ഷമയോടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന കാണാം. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഇറ്റ് ഇസ് ആൻ ആർട്ട്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതൊന്ന് നിങ്ങൾ വായിച്ചോളൂ. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആയിരുന്നു. മാനേജ്മെന്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യണം. ഹലോ മാ. യെസ് കേൾക്കുന്നുണ്ട്. രണ്ടുപേര് പറഞ്ഞു. ഞാൻ ലേറ്റ് ആയിരുന്നു മാമ. മാനേജ്മെന്റ് ഒന്നുകൂടെ പറയാമോ? പറയാമോ മാനേജ്മെന്റ് എന്താണ്? നമ്മളുടെ ലേറ്റ് ആയിരുന്നു ക്ലാസ്സിൽ കയറാന്. ഞാൻ തുടങ്ങിയപ്പോ ആ ഒരു പാരഗ്രാഫ് എല്ലാവരോടും വായിക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതിനെപ്പറ്റി. എനിവൺ ഈസ് റെഡി ടു ഹെൽപ്പ്. മാനേജ്മെന്റ് എന്താണെന്നൊന്ന് പറയാമോ? പറയാമോ? പ്രോസസ് ഓഫ് പ്ലാനിങ്, പിന്നെ ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്. ഒരു 4-5 ഡെഫിനിഷൻ വേണമെങ്കിൽ മാനേജ്മെന്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. എല്ലാം ഒരു ഇപ്പൊ ഇത്രയും. ഞാൻ അതല്ല ചോദിച്ചത്, നമുക്ക് ലേറ്റ് ആയി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ട്രെയിനിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞ കാര്യങ്ങളൊന്നും ബ്രീഫ് ചെയ്ത് കൊടുക്കാമോ? ഞാൻ പറയാം പ്ലീസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് പല സ്റ്റെപ്പുകളായിട്ട് ഒരു കാര്യം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ലീഡിങ്, അങ്ങനെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലെ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പ്ലാനിങ് ആണെങ്കിലും സ്റ്റാഫിംഗ് ആണെങ്കിലും അതിന് ഓൾമോസ്റ്റ് കോർഡിനേഷൻ ആണെങ്കിലും ലീഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്കതിന് ഓരോരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി അതാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തായിരിക്കും? നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ നല്ല റിസൾട്ട് ആയിരിക്കും. അതുപോലെ ഓരോ സെക്ടറിനും ഓരോ ഗോളുകൾ ഉണ്ടായിരിക്കും. ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി അവിടെയുള്ള എല്ലാ റിസോഴ്സിനെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അതിനെ പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി മാനേജ്മെന്റ്. ഓക്കെ അല്ലേ മാം? ഓക്കെ, താങ്ക് യു ഗൈസ്.
മാം റെക്കോർഡ് ക്ലാസ് എനിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കിട്ടുന്നില്ല മാം. അത് ലേറ്റ് ആവുമോ മാം? റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിലെ മാമിന്റെ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ നോക്കിയിട്ട് ഒക്ടോബർ ബാച്ചിൽ വന്നിട്ടില്ല. അതിന് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ PGക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് റെക്കോർഡ് ക്ലാസ് ഇടുന്നതെന്നാണ്. എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയദേവ് സാറിന്റെ ഇൻട്രോ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ് അത് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു, അതും ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഒന്നുകൂടി നാളെ കൺഫേം ചെയ്യാം. അവരിനി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്നാണോ ക്ലാസ് റൂമിൽ ഇട്ടോ നോക്കണം. 3 മണിക്ക് റിപ്പോർട്ട് ഇടുമെന്നങ്ങാണ്ട് ഒരു മെസ്സേജ് ഞാൻ കണ്ടു. പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇന്ന് 3 മണി എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല. അതിന് ശേഷം ഉണ്ടോന്ന് അറിയില്ല. ഇനിയിപ്പോ നമുക്ക് നാളെ ഞാൻ മോർണിംഗ് തന്നെ 10 o'clock തന്നെ അതൊന്ന് കൺഫേം ചെയ്ത് അത് നിങ്ങളെല്ലാരെയും അറിയിക്കുന്ന രീതിയിൽ ഈ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എല്ലാരും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നാളെ തന്നെ അത് ശരിയാക്കാം. ഓക്കെ, ലേറ്റ് ആവുകയോ വല്ലതും ചെയ്താൽ അതൊരു വലിയ പ്രയോജനമാവത്തില്ലെന്ന് കേൾക്കാൻ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. സോ നെക്സ്റ്റ് ഓക്കെ, അപ്പൊ നമ്മള് ആർട്ട് യൂട്യൂബില് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. മാമിന്റെ കഴിഞ്ഞ ക്ലാസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ലിങ്ക് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ഇങ്ങനെ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടതാ. അല്ലാതെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വരും. ക്ലാസ് റൂം നിങ്ങൾക്ക് മാത്രമായിട്ട് PG മാത്രമായിട്ട് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് അതിൽ വരേണ്ടതാണ്. കാരണം MCQ ഒക്കെ ഇനി ഇടാനുള്ളതല്ലേ. അസൈൻമെന്റും ആക്ടിവിറ്റീസും ഒക്കെ വരുന്നത് ഈ ക്ലാസ് റൂമിലേക്കല്ലേ വരേണ്ടത്. മിസ് PGയുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് 3 മണിയൊക്കെ ആകുമ്പോഴോട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇടുമെന്ന്. പക്ഷെ വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും സാർ അതിലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സെപ്പറേറ്റ് ക്ലാസ് റൂം വന്നിട്ട് ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് PGക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ തൊട്ട് സെറ്റ് ആവുമെന്ന് 3 മണിക്ക് ഇടാന്ന് ഞാനും വായിച്ചു കണ്ടു. പക്ഷെ ഇട്ടില്ല. അത് ഞാൻ ചോദിച്ചതിന് സെപ്പറേറ്റ് ബാച്ച് 2 ബാച്ചോ 3 ബാച്ചോ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ലതും ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിനി അപ്പൊ നമ്മളെ മാനേജ്മെന്റ് ഓരോ ആസ്പെക്റ്റില് നമ്മളിപ്പോ കാണുക. ആസ് ആൻ ആർട്ട് ഒരു കലയാണ്, പാചകം ഒരു കലയാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ മാനേജ്മെന്റ് ഒരു ആർട്ടാന്ന് പറഞ്ഞു. ഇനി ദിസ് ഇസ് എ സയൻസ് അല്ലേ, അതൊരു സയൻസ് ആണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ആ ഒരു വേർഷൻ, ആ ഒരു ആസ്പെക്ട് എന്താന്ന് നോക്കാം. നമ്മളുടെ ഒരു കാഴ്ചപ്പാടില് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് നെക്സ്റ്റ്. ചെറിയ പാരഗ്രാഫ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡിൽ ക്ലാസ് എടുക്കണോ? ഇതല്ലേ നല്ലതാണ് വൺ സൈഡഡിനേക്കാളും. ഒരു ഡൗട്ട്, എനിക്ക് ക്ലിയർ ആയില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണോ മാനേജ്മെന്റ് ആസന? മാനേജ്മെന്റ് ആസ് നാട്ടിൽ നമ്മൾ ഈ പോയിന്റ്സ് പഠിച്ചാൽ പോരെ? ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ പോരെ? അതിനൊരു എളുപ്പ വഴി സജസ്റ്റ് ചെയ്യട്ടെ, ഒരു ഡൗട്ട് ആയിട്ട് ചോദിക്കട്ടെ. അതായത് ഈ 3 പോയിന്റ് കിടക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിലും മാം പറഞ്ഞ കാര്യം എക്സാമ്പിൾ എഴുതിയപ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. അതെന്താണെന്നും എഴുതിയിട്ട് പിന്നെ എക്സാമ്പിൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ മാനേജർ ഇൻക്ലൂഡിംഗ് ഇന്ററാക്ഷൻ, പ്രോബ്ലം സോൾവിങ് അങ്ങനെ എഴുതിയിട്ട് പഠിച്ചാൽ മതിയല്ലോ. അതായത് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു മാനേജർക്ക് പറ്റണം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആകും. അതുകൊണ്ടല്ലേ പാചകം ഒരു കലയാണെന്ന് പറയുന്നത്. നല്ല കുക്കിംഗ് പാഷൻ ആയിട്ടുള്ള ഒരാളെന്താ ചെയ്യുന്നത്, കുക്ക് ചെയ്യുമ്പോ എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യാതെ അവരുടേതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ ചേർക്കും. അപ്പോ അത് ഒരു ടേസ്റ്റ് ചെയ്യുന്നവര് പറയും എന്തോ ഒരു വ്യത്യാസം ഉണ്ട്, നല്ലൊരു ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ. സോ കുക്കിംഗ് പാഷൻ ആയിട്ടുള്ളവർ ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട രീതിയിൽ എന്തെങ്കിലും അതിനകത്ത് ചേർക്കാനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എന്താ ഒരു പുറത്തു പറയാതെ ചിലരൊക്കെ ചെയ്യാറില്ലേ, അത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ചെറിയ ടിക്കുകളാണ്, ടിക്സ് അവർ യൂസ് ചെയ്യും, ഇന്നോവേറ്റീവ് ഐഡിയാസ്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് ഒരു ആർട്ടാന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ആയിട്ട് പലതും ചെയ്യും. നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് തന്നെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് ഒരു നോട്ട്സ് ആയിട്ട് എഴുതാം. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ക്ലാസ്സുകളിലൊക്കെ പണ്ട് കയറിയിട്ടുള്ളവർക്ക് അറിയാം, ഓരോന്ന് പറയുമ്പോൾ സ്വയം അവരൊരു നോട്ട്സ് എഴുതും.
അതൊരു നല്ലൊരു അസറ്റ് ആയിട്ട് ഒരു ബുക്കായിട്ട് തന്നെ അവർക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ബുക്ക് ടെക്സ്റ്റ് പുറത്തുനിന്ന് വേറെ റെഫർ ചെയ്യാൻ വായിക്കേണ്ടതായിട്ട് വരില്ല. അത്രത്തോളം പോയിന്റ്സ് നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് പോയിട്ട് അത് നല്ല പോലെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാകും. ഞാൻ അങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് മാം. മാം ചോദിക്കുന്ന അതാ ഞാൻ പെട്ടെന്ന് പറയുന്നേ. ഞാൻ തന്നെ കുറെ ഏത് സബ്ജക്റ്റും അങ്ങനെ തന്നെ കുറെ നോട്ട് ചെയ്തു ടൈം കിട്ടുമ്പോഴൊക്കെ. അപ്പോഴേ ചോദിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയാൽ അല്ലേ മനസ്സിൽ ഓർമ്മ വരുന്നത് പെട്ടെന്ന് പറയുന്നേ. എനിക്ക് തോന്നുന്നു പുതിയ ബാച്ച് ആയിരിക്കും ഈ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇങ്ങനെ ഈ പോയിന്റ്സ് പഠിച്ചാൽ മതിയോ എന്നുള്ള രീതിയിൽ. ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾക്ക് നമ്മളാ എന്താ പറയാ, ഇപ്പോ കുക്കിങ്ങിന്റെ കാര്യം എനിക്ക് റിലേറ്റ് ചെയ്യാൻ കുറെ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു ആള് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാൾ കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴേക്കും കൺഫ്യൂഷൻ ഇല്ല, ടെൻഷൻ ഇല്ല. ആദ്യ പ്രാവശ്യം വെച്ചതിന്റെ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ നന്നാക്കണം എന്ന് തോന്നിയോ അത് നെക്സ്റ്റ് ടൈം അത് ചെയ്യും അല്ലെ. അവിടെ അവർ മറന്നു പോകുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ സബ്ജക്ട് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മറവിയൊന്നും വരില്ല. കാണാതെ പഠിക്കേണ്ട അങ്ങനത്തെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കോഴ്സ് അങ്ങനെയല്ല ശരിക്കും. വി ആർ ജസ്റ്റ് അപ്ലൈയിങ് ഓൾ ദ തിങ്സ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ മാനേജ്മെന്റ് ആസാൻ ആർട്ടെന്ന് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ നാളെ ഒരു ചെറിയൊരു ഓഫീസിലാണെങ്കിലും വലിയൊരു ഓഫീസിലാണെങ്കിലും അക്ഷയ സെന്ററിൽ പോയാലും ബാങ്കിൽ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കും. അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. അവര് ചിലര് വളരെ കലാപരമായിട്ട് അവരുടെ വർക്ക് കുറെ ഡേറ്റ എൻട്രി ചെയ്യേണ്ടതാണെങ്കിൽ അവർ ഭയങ്കര കലാപരമായിട്ട് സ്പീഡിൽ ചെയ്യുന്നതായിട്ട് കാണാം. ബാങ്കിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കൗണ്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവും. പക്ഷെ ചിലർ കയ്യിൽ വെച്ചിട്ട് ക്യാഷ് കൗണ്ട് ചെയ്ത് അത് നല്ലപോലെ എടുത്തു വെക്കുന്ന കാണാം. സോ അങ്ങനെ പോകും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. യെസ് പ്ലീസ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാട്ടോ ക്ലാസ്. ഓക്കെ, സോ നെക്സ്റ്റ് സയൻസ്. ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഇത് തന്നെയല്ല, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒരു സയൻസ് ആണ് എന്ന് നമ്മൾ പറയില്ലേ. ഒരു ചെടി നട്ടു, അതിന് വെള്ളം കൊടുത്തു. ഇങ്ങനെ വാടി നിന്നൊരു ചെടിയാണ്. വെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നേരെ നിൽക്കും. സോ ഇറ്റ്സ് എ സയൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ സിമിലർലി മാനേജ്മെന്റ് അതും ഒരു സയൻസ് തന്നെയാണ്. കുക്കിംഗ് അവിടെ നമുക്ക് പറയാം സയൻസ് ആണെന്ന്. കറക്റ്റ് ചൂടില് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് അത് നല്ലപോലെ മേർജ് ആവുന്നു. അവിടെ സയൻസ് തന്നെയല്ലേ നടക്കുന്നത്. സെയിം തന്നെ മാനേജ്മെന്റ് ഓൾസോ എ സയൻസ്. ജസ്റ്റ് ഒരു കൊച്ചു പാരഗ്രാഫാണ്, അതൊന്ന് വായിക്കാൻ നമുക്കത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് നമ്മൾക്ക് മനസ്സിലായ രീതിയിൽ സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതൂ. വലിയ വെക്കാബുലറി ഗ്രാമർ ഒന്നും വേണ്ട. സിമ്പിൾ ഇംഗ്ലീഷിൽ അത് നല്ലൊരു പാരഗ്രാഫ് ആയിട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അത് മനസ്സിലൊന്ന് റീഡ് ചെയ്തോളൂ. ചെറിയൊരു പാരഗ്രാഫ്. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ചെറിയ പാരഗ്രാഫ് ആയതുകൊണ്ടാണ് തംസപ്പ് ഒക്കെ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കും സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. യെസ്, ശാസ്ത്രം സത്യമാണെന്നൊരു സെന്റൻസ് നമ്മൾ കേട്ടിട്ടില്ലേ? ഇറ്റ്സ് എ ഫാക്ട്, ട്രൂത്ത് അല്ലെ? സയൻസ് അതൊരു ഫാക്റ്റ് ആണ്. അതായത് ഒരു പവർ ഉള്ള ഒരു നോളജ്, നല്ലൊരു അറിവ്, അതിനകത്ത് മിസ്റ്റേക്കുകളില്ല. ഇറ്റ്സ് എ സയൻസ് എന്ന് പറയുമ്പോൾ അതൊരു സയൻസ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ട്രൂത്ത്, ട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഫുൾ ഓഫ് നോളജ്. അതാണ് സയൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റും അങ്ങനെ തന്നെ ആയിരിക്കണം. അതൊരു സയൻസ് പോലെ തന്നെ സയൻസ് തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ലോസ്, തിയറീസ്, പ്രിൻസിപ്പിൾ, പ്രോസസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഫുള്ളി ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളത്, അതായത് ഫുള്ളി നോളജ് ആയിട്ടുള്ള കാര്യം. ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ആ ഒരു നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും ഏതൊരു മാനേജ്മെന്റ് ആണെങ്കിലും അവിടെ എക്സ്പെരിമെന്റ്സ് നടത്തി നോക്കും അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഉമാ തോമസ് MLA പറ്റിയ ഒരു അപകടം നമ്മൾ കണ്ടു അല്ലെ? ആ സ്റ്റേജില് ആ ഒരു ബ്ലൂ റിബൺ അല്ലെ? അവരത് കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യാതെ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ MLA ഇങ്ങനെ ഒരു അപകടം പറ്റിയത്. അപ്പൊ അത്
ചില കാര്യങ്ങൾ ഇതുപോലുള്ള ഇവന്റ്സ് ഒക്കെ നടത്തുമ്പോൾ ആദ്യം അവര് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ ഇപ്പൊ ഒരു സ്റ്റേജ്, അവിടെ വലിയൊരു പെർഫോമൻസ് നടത്തുവാണ്, ഡാൻസിന്റെ പെർഫോമൻസ് ആണ്. ഇപ്പൊ സ്റ്റേജില് ആ ഫ്ലോറിൽ വിരിക്കുന്ന കാർപ്പറ്റ് പോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരുമോ, അതിന്റെ കളർ വരെയും ശ്രദ്ധിക്കും ചില ഇവന്റ് മാനേജ്മെന്റുകാര്. ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും, എന്നിട്ട് റിസൾട്ട് എന്താണ്, ദെൻ അവര് അത് ഫൈനൽ ശരിയായ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അത് മാനേജ്മെന്റ് നല്ല രീതിയിലാണെങ്കിൽ, അപ്പോൾ സയന്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എൻഡ് റിസൾട്ട് നല്ലതിലേക്ക് പോകുള്ളൂ. ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റി എന്നും നമ്മൾ പറയും. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ശരിക്കും സത്യമായ കാര്യങ്ങളാണ് സയൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു യൂണിവേഴ്സൽ വാലിഡിറ്റിയിലേക്ക് പോകണം. സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ വേണം പല കാര്യങ്ങളും ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഈവന്റ് മാനേജ്മെന്റ് ചെയ്താലും, ഒരു ഓഫീസിലെ മാനേജ്മെന്റ് ആണെങ്കിലും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജ്മെന്റ് ആയാലും, ഹോസ്പിറ്റൽ ആയാലും, ഏത് തന്നെ ആയാലും, ഓക്കെ, വെൽ പ്രൂവ്ഡ് ആയിട്ടുള്ളത് കുറെ മെസ്സേജ് വന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ആർട്ട് കലയാണെന്ന് പറഞ്ഞു, ഇറ്റ്സ് ഫുൾ ഓഫ് ട്രൂത്ത്, സയൻസ് ആണെന്ന് പറഞ്ഞു, നോളജ് നിറഞ്ഞതാണ്, വാലിഡിറ്റി യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതാണ്, പ്രിൻസിപ്പിൾസ് തിയറീസ് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതാണ് സയൻസ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ്സ്, തിയറീസ്, പ്രാക്ടീസസ് എല്ലാം വരുന്നതാണ് മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് ഇസ് എ സയൻസ്, അതൊരു സയൻസ് തന്നെയാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ്. വി ഹാവ് വൺ പാരഗ്രാഫ്, പ്ലീസ് റീഡ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ്. മിസ്സേ, ഞാനേ കുറച്ച് ലേറ്റ് ആയി പോയി കേറാന്. അപ്പൊ എനിക്ക് ഫസ്റ്റത്തതൊന്ന് പറഞ്ഞുതരുമോ, മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നുള്ള അത്? അതുവരെയാണോ, അത് തുടങ്ങിയാണോ കേൾക്കാതിരുന്നത്, അതോ അതിന് മുമ്പത്തെ എന്തായിരുന്നു? അതിന്റെ മുന്നത്തതൊന്നും കേട്ടില്ല, ഇപ്പൊ ഈ സ്ക്രീനിൽ ഇതാ കാണുന്നത്, അതുകൊണ്ട്. ഓക്കെ, സോ മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ എന്നുള്ളത് ഇപ്പൊ റീഡ് ചെയ്യാൻ ഞാൻ നമ്മളുടെ ക്ലാസ്മേറ്റ്സിനോട് ട്രെയിനീസിനോട് പറഞ്ഞേക്കാണ്. അതൊന്ന് റീഡ് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും ഫ്രം ടുമാറോ ഓൺവേർഡ്സ്. അത് ലൈവ് ആകും. ഇനീഷ്യലി ഉള്ള ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം. അല്ല മിസ്സേ, ഞാനേ ലൈവ് ക്ലാസ് മാക്സിമം കേൾക്കാൻ നോക്കല, കുട്ടികളെ കൊണ്ട് പിന്നെ റെക്കോർഡ് ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞത് കുറച്ച് കഴിയാറില്ല, അതുകൊണ്ടേ ഞാൻ മാക്സിമം ലൈവ് ക്ലാസ് തന്നെ കേൾക്കല്. അങ്ങനെ ആകുമ്പോ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. കറക്റ്റ് നമ്മൾ എന്തായാലും 8 o'clock തന്നെ നമ്മൾ ഓൺ ആവും. ഒരു 2 minutes വെയിറ്റ് ചെയ്യുള്ളൂ, കാരണം ടൈം കുറവല്ല. അപ്പൊ 2 minute ഒന്ന് വെയിറ്റ് ചെയ്യും, എല്ലാവരും ഒന്ന് ജോയിൻ ആവണവരെ. എന്നിട്ട് പിന്നെ നമ്മുടെ സെഷനിലേക്ക് കിടക്കാറാണ് പതിവ്. സോ ട്രൈ ടു ബി ഒരു ടൈം ഒന്ന് കീപ്പ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് ഞാൻ മാക്സിമം വേഗം കേറലുണ്ട്. ഇന്നിപ്പോ കുറച്ചൊന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളിപ്പോ അത് ബ്രീഫ് ചെയ്യും. ആ ഒരു മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് വായിച്ചു കഴിഞ്ഞു തോന്നുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ മെസ്സേജസ് ഒന്ന് ശ്രദ്ധിക്കട്ടെ. റീഡ് ചെയ്ത് കഴിഞ്ഞു. വിൽസിന്റെ മീനിങ് നമ്മൾ ഈവെന്തോ എന്നിരുന്നാലും എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിൽസ്റ്റ് ഐ ലവ് യു, ഐ കനോട്ട് മാരി യു, എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ. അതുപോലെ എന്നിരുന്നാലും, ഈവെന്തോ, ആ ഒരു മീനിങ് ആണ് അറ്റ് ദ സെയിം ടൈം എന്നൊക്കെ പറയാം. നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, they were walking home whilst they were discussing about the problem എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിനെ ഇതാണ് പക്ഷെ എന്നാലും എന്നുള്ളൊരു മീനിങ് അങ്ങനെ വരും. ഓക്കെ, വായിച്ചു കഴിഞ്ഞു പറഞ്ഞു. മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് അല്ലെ.
സെയിം തിങ്, ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളത് അല്ലെ. എല്ലാ മാനേജ്മെന്റും അങ്ങനെ തന്നെയാണ്, സ്ട്രക്ചർ ആണ്. അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട്, ഒരു ഗോളിലേക്ക് എത്തുക. എന്താണോ അവരുടെ ഔട്ട്പുട്ട് എന്നുള്ളത് അതിലേക്ക് എത്തിച്ചേരുക. അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. ഒരു ഇൻഷുറൻസ് കമ്പനി, അതൊരു ഓർഗനൈസേഷനാണ്. അവർക്ക് ഉണ്ടാവും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും, അത് അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ വരും. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഫങ്ഷൻസ് ആൻഡ് ടാസ്ക്. For example, social and welfare organization in government management can refer to education and health services, whilst public security management services could refer to the policy and military. പല ടൈപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ട്. NGOs അതൊരു ഓർഗനൈസേഷൻ ആണല്ലേ. ചാരിറ്റി നടത്തുന്ന ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ഓർഗനൈസേഷന്റെയും എയിം എന്താണോ അതിലേക്ക് അവർ പോകുന്നു. അതേസമയം അതിനൊപ്പം തന്നെ വേറെ പലതും പ്രൊവൈഡ് ചെയ്യുന്നു. പബ്ലിക് സെക്യൂരിറ്റി മാനേജ്മെന്റ് സർവീസസ്, ഇതിപ്പോ പോലീസ്, മിലിറ്ററി, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ടുന്ന സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലേ. അപ്പൊ ഓരോ ഓർഗനൈസേഷനും എന്താണോ അവരുടെ ഗോൾ, ടാർഗറ്റ് എന്താണോ അതിലേക്ക് അവരെ എത്തിക്കുന്നു. ഇപ്പൊ കോവിഡ് സമയത്ത് പല പല പോലീസുകാർക്ക് ഡ്യൂട്ടീസ് കൂടുതലായിരുന്നു, ഹെൽത്ത് സെക്ടറിലുള്ളവർക്കും ഡ്യൂട്ടീസ് കൂടുതലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഹെൽത്ത് നോക്കണം, വരുന്ന പേഷ്യൻസിനെ നോക്കണം, അവരെ കെയർ ചെയ്യണം. അപ്പൊ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ടൈറ്റ് ആവുന്ന ഒരു കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹെൽത്ത് സെക്ടറിൽ. അതുപോലെ തന്നെ ആ സമയത്ത് പോലീസുകാരൻ ഭയങ്കര വിജിലന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനൊപ്പം കുറെ ടീം വോളണ്ടിയേഴ്സ്, അതെല്ലാം നമുക്കൊരു ഓർഗനൈസേഷൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, ഫ്ലഡ്, അതുപോലെ അങ്ങനെയുള്ള സോയിൽ ഇറോഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഉരുൾപൊട്ടൽ അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവിടെ ഇതുപോലെ കുറെ ഗ്രൂപ്പ് ഫോം ചെയ്ത് അവര് കുറെ കാര്യങ്ങൾ എയിം ചെയ്തുകൊണ്ട് ഇവരെ ഹാബിറ്റാറ്റ് ചെയ്യാനായിട്ട്, പുനരധിവസിപ്പിക്കാനായിട്ട് പല ആക്ടിവിറ്റീസും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുക, അവരെ മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുമായിട്ട് കുറെ ടീംസ്, ഇതുപോലെ പ്രൊഫഷണൽസും ഉണ്ടാകും, വോളണ്ടിയേഴ്സും ഉണ്ടാകും. അങ്ങനെ അങ്ങനെ മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ മിഷൻ, ഗോൾ ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽഫ് ഡിഫൻസ് ടീം, വെരി ഗുഡ്, യെസ് തന്നെയാണ് സെൽഫ് ഡിഫൻസ് ടീം. ഓക്കെ. സംടൈംസ് ചില ഓർഗനൈസേഷൻ അവർക്ക് പല സെക്ടറിലേക്ക് അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകും. അപ്പം സിമിലർലി വേറെ പല ഓർഗനൈസേഷൻസ് അവരെന്താണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് എയിം ചെയ്ത് അങ്ങനെയും പോകാറുണ്ട്. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ്, മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏതൊരു സിസ്റ്റം എടുത്തു നോക്കിയാലും എല്ലാം സെയിം തന്നെ. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്, പിന്നെ മോട്ടിവേറ്റിംഗ് ഉണ്ട് അല്ലെ. മാനേജേഴ്സ് സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് അപ്രൈസൽ കൊടുക്കണം, ബെസ്റ്റ് എന്താ പറയാ ടീം, ബെസ്റ്റ് ടീമോ അല്ലെങ്കിൽ ബെസ്റ്റ് വർക്കറിനോ അങ്ങനെയൊക്കെ അവാർഡൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ആ രീതിയിലുള്ള അപ്രൈസൽ ടൈംലി കൊടുക്കണം. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഡിപ്പെൻഡിങ് ഓൺ ദ ഓർഗനൈസേഷൻ ചില ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ഓക്കെ. നമുക്ക് ലേറ്റ് ആയിട്ട് കയറിയ നമ്മുടെ ട്രെയിനിക്ക് ഒന്ന് ബ്രീഫ് ചെയ്യാമോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഇത് വൈൽസ്റ്റ് എന്നല്ലേ ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറഞ്ഞേ? പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ ശരിക്കും WHILST ആണ് നമ്മളുടെ ഈ ഒരു വാക്ക്. ഇതൊരു കൺജങ്ഷൻ ആണ്. അപ്പം ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ WLLST അങ്ങനെയാ വരിക. വൈന്ന് വരുമോ? വൈൽസ്റ്റ് എന്നല്ല, ഞാനിപ്പോ ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോ അങ്ങനെയാണ് കണ്ടത്. വൈൽസ്റ്റ് എന്നാണോ? വൈൽസ്റ്റ് എന്നാണ് കണ്ടത്. ഓക്കെ. എനിക്ക് ഇവിടെ എന്റെ ഇതിനകത്ത് ഒരു ഡിക്ഷണറി പോലെ ഉണ്ടായിരുന്നു. WLLST ആണ്. ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഓക്കെ. ഞാനിപ്പോ ഇതിന് വരുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ ഇതുവരെയും പറഞ്ഞത്, അതായത് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഇതൊന്ന്
ഇപ്പൊ ലേറ്റ് ആയി വന്നു എന്ന് പറഞ്ഞു. ക്ലാസ് റൂമിൽ റെക്കോർഡ് ഇടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് ആരെങ്കിലും കൊടുക്കാമോ? ആരെങ്കിലും ജസ്റ്റ് മാനേജ്മെന്റിന്റെ ഇൻട്രോ, ഏതൊക്കെ വേർഡിൽ നിന്ന് അത് ഡിറൈവ് ചെയ്തു എന്ന് ഒരാൾ പറയാം. ഞാൻ പറയാം. നെക്സ്റ്റ് ആള് ആസ് ആൻ ആർട്ട് പറയാ, നെക്സ്റ്റ് ആള് സയൻസ് പറയാ, നെക്സ്റ്റ് ആള് ഓർഗനൈസേഷൻ പറയാ. ഒരാൾ തന്നെ എല്ലാം പറയണമെന്നില്ല, നമ്മൾ ഓരോരുത്തരായിട്ട്. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എന്നും മാനേജ്മെന്റ് ആസ് ആൻ ആർട്ടും ഞാൻ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡായ മെസ്നേജ്മെന്റ്, അതേപോലെ ഇറ്റാലിയൻ വേർഡ്, ഇതിൽ നിന്നൊക്കെയാണ് മാനേജ്മെന്റ് എന്നുള്ള വേർഡ് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ട് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് മീനിങ് ഈസ് ടു ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നാണ്. ഇറ്റ് എയിംസ് ടു അച്ചീവ് ദ ഗോൾ ഓർ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, ഇതിലൂടെയൊക്കെ നമ്മൾ ഓർഗനൈസേഷന്റെ മാമാണോ വിളിച്ചത്? അല്ല, ഓക്കെ, ഓർഗനൈസേഷന്റെ എന്താണ് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു. അതാണ് പ്രോപ്പർ മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, അതൊരു ആർട്ടാന്ന് പറഞ്ഞാൽ അതൊരു കലയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ, ഒരു മാനേജറിന്റെ റോളാണ് അവരുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഈസ് അബൌട്ട് ക്യാരിങ് ഔട്ട് ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആൻഡ് ടാസ്ക് ത്രൂ പീപ്പിൾ. ഒരു നല്ല മാനേജർ അവിടുത്തെ ഡിഫറെന്റ് പീപ്പിൾസിന് കാര്യങ്ങൾ വേർതിരിച്ച് കൊടുത്ത് ക്രിയേറ്റീവായിട്ട് അവരെ കൊണ്ട് ആ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഇൻക്ലൂഡിങ് മാനേജറിന്റെ ഇന്ററാക്ഷൻ, അതേപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ്, ഇതിലൂടെയൊക്കെ അവിടുത്തെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നു. താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. ആരാ ബ്രീഫ് ചെയ്യാം? ഞാൻ പറയാം. ഹലോ, കേൾക്കാമോ? ഓക്കെ മാം, ഞാൻ ആദ്യം മാനേജ്മെന്റ് എന്താന്ന് പറയാ. മാനേജ്മെന്റിന്റെ ശരിക്കുള്ള നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ എന്താന്ന് വെച്ചാല്, മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ്, അതായത് ഈ ഒരു 5 കാര്യങ്ങള് 1 by 1 കറക്റ്റ് സെയിം ഓർഡറിൽ ചെയ്യണ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മാനേജ്മെന്റ് ആർട്ട് ആണെന്നും സയൻസ് ആണെന്നും ഓർഗനൈസേഷൻ ആണെന്നും അതൊരു പേഴ്സൺ ആണെന്നും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ആർട്ട് പറഞ്ഞു ഇപ്പോ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ട് അതൊരു കല, അതായത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, എന്നാൽ അവരെ കൊണ്ട് നമ്മള് നല്ല രീതിയിൽ പറഞ്ഞ് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കുക എന്നാണ് ശരിക്കും മാനേജ്മെന്റിനെ പച്ച മലയാളത്തിൽ പറയാം. അതായത് അവരെ കൊണ്ട് നന്നായിട്ട് നമ്മൾ മാക്സിമം പണിയെടുപ്പിക്കും, പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല. അവരത് നല്ല ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് അത് ചെയ്യിപ്പിക്കുന്ന ഒരു ആർട്ട്, അതാണ് ശരിക്കും ആർട്ട് എന്ന് പറയുന്നത്. സയൻസ് എന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, നമ്മൾ സയൻസിൽ വരുന്നത് ലോസ് വരുന്നുണ്ട്, തിയറീസ് വരുന്നുണ്ട്, ഫിലോസഫീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു മാനേജ്മെന്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മൾ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ലോ വെച്ചിട്ടാണ്. അതിപ്പോ മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലോസ് പഠിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരുപാട് ഫിലോസഫീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ സയൻസ് ആയിട്ട് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ ആണ്. കാരണം ഒരു ഓർഗനൈസേഷനെ മൊത്തമായിട്ട് കൂടെ കൊണ്ടുപോകുന്ന ഒരു മെയിൻ പില്ലറാണ്, തൂണാണ് മാനേജർ എന്ന് പറയുന്ന ആള്. ആ മാനേജ്മെന്റിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. മെയിൻ ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ഹൈ ലെവലിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഒരു മാനേജറുടെ മെയിൻ റോള്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കാണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പ്ലസ് ടു ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ആസ് an organization. Yes, whilst and while have the same meaning, correct? Okay, next one, organization. Who will explain? ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാമോ?
Okay. As an organization, it accomplishes a formal structure by setting a target and achieving it through functions and tasks. നമ്മൾ മാം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, ഇപ്പോൾ ഫ്ലഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും അതിനെ എന്ത് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹം പല പല ആൾക്കാരെ, അതായത് അപകടം പറ്റിയ മേഖലകളിലേക്ക് എത്തിച്ച് അത് കൺട്രോൾ ചെയ്ത് അത് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ രക്ഷയായിരിക്കും. അതേപോലെ ഒരു പ്രോപ്പർ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നത്, അവരുടെ ബെറ്റർ റിസൾട്ടിന് വേണ്ടി അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. അതാണ് ആസ് ആൻ ഓർഗനൈസേഷൻ ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. സോ നമ്മൾ ആർട്ട്, സയൻസ്, ദെൻ ഓർഗനൈസേഷൻ, ആ രീതിയിലേക്ക് നമ്മൾ വന്നു. പിന്നെ ഇതിന്റെ സോഴ്സ് എറ്റിമോളജി പറയുമായിരുന്നു, ഈ ഒരു വേർഡിന്റെ ഒറിജിൻ എവിടെ നിന്നൊക്കെയായിരുന്നു. അപ്പൊ പല ലാംഗ്വേജുമായിട്ട് അത് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച്, ലാറ്റിൻ ആൻഡ് ഇറ്റാലിയൻ, അങ്ങനെ പലതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇതിന്റെ എല്ലാം നോക്കുമ്പോൾ ഏതൊരു ആസ്പെക്ടിൽ, ഏതൊരു പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ഗോൾ അച്ചീവ് ചെയ്യുക യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് പറഞ്ഞ പോലെ തന്നെ പണിയെടുപ്പിക്കുക, മാക്സിമം പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന പോലെ. ബട്ട് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ദേ ആർ യൂസിങ്, ഈവൻ ദോ അത് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവർക്ക് അപ്രൈസിൽ കിട്ടുന്നു, മേ ബി ഒരു ഇൻക്രിമെന്റ് കിട്ടുന്നു, ദേ വിൽ ബി ഹാപ്പി, ലൈക്ക് ഇത്രയും ചെയ്തതിന് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ശരിക്കും അങ്ങനെ ആളുകളെ ഡീൽ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ യൂണിയൻ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ നടക്കാറില്ല. മാനേജ്മെന്റ് ആളുകളെ, വർക്കേഴ്സിനെ ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമ്മൾ കേൾക്കാറില്ല അല്ലെ. മീൻസ് ഒരാളെ ജോബിന് വേണ്ടെങ്കിൽ അയാളെ ഫയർ ചെയ്യുന്നു, ചോദിക്കാനും പറയാനോ ആരുമില്ല. ആ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് പലയിടത്തും നമ്മൾ കാണാറുണ്ട്. നോബഡി കേഴ്സ് അല്ലെ, ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറൊരാൾക്ക് സമയമില്ലാന്നോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ പോവാറുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, സോ ദാറ്റ് ഇസ് മാനേജ്മെന്റ്, ദ പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് തിങ്സ് അല്ലെങ്കിൽ പീപ്പിൾ, ആളുകളെ അല്ലെങ്കിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അത് ആളുകളാകാം അല്ലെങ്കിൽ കാര്യങ്ങളാകാം, ചെയ്യേണ്ട കാര്യങ്ങളാകാം. വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ വലിയൊരു ടീമായിരിക്കും, ടീം മെമ്പേഴ്സ് കുറേ ഉണ്ടാവും. ചെറിയൊരു ഇതാകുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും എല്ലാം മാനേജ് ചെയ്തത്. നമ്മൾ ചെറിയൊരു ടീ ഷോപ്പിൽ ചെല്ലുമ്പോൾ കാണാറില്ലേ, ഒരാളെ ഉണ്ടാവുള്ളൂ ആ ഷോപ്പിന്റെ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതും ആൾക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതും അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ അതിന് മറുപടി പറയുന്നതും എല്ലാം ഒരാൾ, ഓൾ ഇൻ വൺ എന്ന് പറയുന്ന പോലെ. ദാറ്റ്സ് ഓൾസോ മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ടൈം ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും ഐ തിങ്ക് വി ക്യാൻ റീഡ് ദാറ്റ് പാരഗ്രാഫ്. മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ, എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് മാനേജർ അല്ലെ. വായിച്ചു. എന്തോ ഞാൻ വായിക്കട്ടെ? ഞാൻ ആരോടും വായിക്കാൻ പറഞ്ഞില്ല. വേറെ ഒന്നുമല്ല, നമുക്ക് വലിയൊരു ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ എല്ലാരോടും ഒന്ന് മനസ്സിൽ വായിക്കാൻ അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്ക വായിക്കണമെങ്കിൽ ഉറക്ക വായിക്കാം. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചപ്പം മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. ഇത് ക്യാൻ ബി എ ടീം ഓഫ് മെമ്പേഴ്സ്, അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരാളായിരിക്കാം. ഒരു ചെറിയൊരു ടീ ഷോപ്പിലെ കാര്യം പറഞ്ഞ പോലെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട്സ് നോക്കുന്നു, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അവിടെ സപ്ലൈ ചെയ്യുന്നു, കുക്ക് ഓൾസോ, അങ്ങനെ പല കാര്യങ്ങളും ഒരാൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ചില ഷോപ്പിൽ ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും. സം ഓർഗനൈസേഷനിൽ എന്താ, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയുന്നത്, എനിക്ക് തോന്നുന്നത്. സ്കൂൾ മാനേജ്മെന്റ് ടൈം ടേബിൾ ചേഞ്ച് ചെയ്തു,
മിഡ് ടേം കഴിഞ്ഞപ്പോഴേക്കും ടൈം ടേബിൾ ചേഞ്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ക്ലാസ്സിൽ വായിക്കുകയാണ്. ഇതിന്റെ മീനിങ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്തു എന്നാകാം, അല്ലെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാകും സ്കൂളിന്, അവര് ചേഞ്ച് ചെയ്തതാകാം, സീനിയർ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേരുന്ന ഒരു ടീം ആയിരിക്കാം. അങ്ങനെ അങ്ങനെ പലതരം ബോർഡ് ഓഫ് മെമ്പേഴ്സ് ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, ഇപ്പൊ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അവർക്കൊക്കെ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഗവർണേഴ്സ് അങ്ങനെയുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ സ്കൂൾ കമ്മിറ്റി അവരായിരിക്കാം, അങ്ങനെ ആരുമാകാം. ചിലപ്പോൾ അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാകാം. ദാറ്റ്സ് വൈ മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ വരുന്നത്. സോ നമുക്ക് ഗവൺമെന്റിന് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ മാത്രമാവണമെന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, ഒരു ക്യാബിനറ്റും കുറെ മിനിസ്റ്റേഴ്സും കാണും അല്ലെ. ഓരോരോ സെക്ഷന്റെ ഡീൽ ചെയ്യുന്നത് ഓരോരുത്തരായിരിക്കും. സോ അതാണ് മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ എന്നുള്ളത് ഇവിടെ വരുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ, മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ. സോ ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് the origin of the word, similarly what is meant by management, and we came to know different perspective. പല പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു. മാനേജ്മെന്റ് അതൊരു ആർട്ടാണ്, സയൻസ് ആണ്. മാം ആണോ MTയുടെ HOD? വെരി സോറി, ഐ എം ഓൺലി എ ട്രെയിനർ. നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഒരാള് അത്രേ കേട്ടോ, അല്ലാണ്ട് മോണ്ടിസോറിയുടെ ഹെഡ് ഓഫ് ഒന്നും ഞാനല്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഇവിടെ. ഓക്കെ, സോ മാനേജ്മെന്റ് ആസ് എൻ ഓർഗനൈസേഷൻ, ആസ് എ പേഴ്സൺ, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പല പെർസ്പെക്റ്റീവില് മാനേജ്മെന്റിനെ നമ്മൾ നോക്കിക്കാണുവാണ്. നമ്മൾ നമ്മളുടെ ഔട്ട്സൈഡ് വേൾഡിലേക്ക് നോക്കുമ്പോൾ ഈ പല പെർസ്പെക്റ്റീവും നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഷോപ്പിൽ ചെല്ലുമ്പോൾ, പുറത്തു പോകുമ്പോഴേക്കും അവിടെ ഏതൊരു രീതിയാണ് അവിടെ വരുന്നത്. ഈവൻ ഒരു ടീ ഷോപ്പിൽ തന്നെയാണെങ്കിലും ആ ചായ ഉണ്ടാക്കുന്നത് അവിടെ ഒരു ആർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു സയൻസും കാണാനായിട്ട് പറ്റും. നല്ല ഹൈറ്റിൽ ഇങ്ങനെ ചായ ഒഴിക്കും, അത് ഒട്ടും സ്പില്ലാവാതെ ബോട്ടിൽ ആ ഒരു ഗ്ലാസ്സിലേക്ക് വീഴുന്നത് കാണും. ദർ ഈസ് ആർട്ട്, ദർ ഈസ് സയൻസ് ഓൾസോ. ഓക്കെ, പിന്നെ ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ ശരിക്കും ഓർഗനൈസേഷൻ ആ ഒരു രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യുമ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും വേർഡ്സിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കറക്ഷൻ ഒക്കെ ചിലപ്പോൾ വേണ്ടതായിട്ടൊക്കെ വരും. മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ആക്ച്വലി നമ്മളുടെ ക്ലാസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രെയർ ഉണ്ടാകും. നിങ്ങളെല്ലാവരും തന്നെ സ്വന്തമായിട്ട് 2 പ്രെയർ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ബാച്ചുകാർക്കൊക്കെ അതറിയാം, ന്യൂ ബാച്ചിലൂടെ എന്ന് പറയുവാണ്. അപ്പൊ അതാണ് ശരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ദെൻ ഫോർ ദ ഡേ ദെൻ സൈൻ ഇൻ ഉണ്ട്. സൈൻ ഇൻ 2 പേര് സൈൻ ഇൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എവറി ഡേ അത് മാറി മാറി ഓരോരുത്തരായിട്ട് സൈൻ ഇൻ ചെയ്തോളണം. പിന്നെ സൈൻ ഔട്ട് ഉണ്ട് ലാസ്റ്റ് ക്ലാസ് തീരുമ്പോൾ. അപ്പൊ സൈൻ ഇൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തൊട്ട് ഫോർ ദ ഡേ പറയുന്നവർക്ക് ഹോൾ ക്ലാസ്സിനെ വിഷ് ചെയ്യാം, വെൽക്കം ചെയ്യാം. സൈൻ ഔട്ട് ചെയ്ത് പോകുന്നവർക്ക് ബൈ പറഞ്ഞിട്ട് പോവാം ഹോൾ ക്ലാസ്സിനോട്, ഒരു റെപ്രസെന്റേറ്റീവ് പോലെ. ഓക്കെ, ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തോളൂ, ഒന്ന് കോർഡിനേറ്റ് ചെയ്തോളൂ. ഓക്കെ ഫൈൻ. സോ നമുക്ക് വൈൻഡ് ചെയ്യാം. സൈൻ ഔട്ട് പറയുന്നില്ല. സൈൻ ഔട്ട് പറയുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും പറയട്ടെ? പറയാം. ഓക്കെ മാം, എന്റെ പേര് രസ്ന. ഐ എം ഫ്രം മലപ്പുറം. Try not to become a man of success, but rather try to become a man of value, said by Albert Einstein. Thank you, ma'am, for your wonderful class, and thank you, my dear friends. സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ പറയുമ്പോൾ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. Good night. Good night. Bye. Thank you, ma'am. Good night. Thank you, ma'am. 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 Bye, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. ക്ഷമ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടല്ല, ഞാനിപ്പോ ഇന്റേൺഷിപ്പിന് എൻ്റെ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പോയപ്പോ ഒരു കൊച്ച് ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ MT അതിൽ. അപ്പൊ അത് ചോദിച്ചു എന്നോട്, നമുക്ക് ബുക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ, അങ്ങനെ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കണമെന്നുണ്ടോ എന്നാ ചോദിക്കണത്.
ബുക്കില്ലേ ടെക്സ്റ്റ് ബുക്ക്? എനിക്ക് മനസ്സിലായി. ബുക്ക് നിങ്ങൾക്ക് PDF അല്ലാതെ തരുമോ, ബുക്ക് വാങ്ങിക്കിടന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത് അല്ലേ? ഈ കുട്ടി അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളുടെ ഈ ക്ലാസ്സിൽ ആള്? ഇല്ല, ഈ ക്ലാസ്സിലല്ല. അതിപ്പോ ഇപ്പോഴത്തെ ഈ പുതിയ ബാച്ച് പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കണേന്ന്. അപ്പൊ അവിടെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു മസ്റ്റ് ആയിട്ടും വാങ്ങിക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ജിഷ മാമിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം, എന്താ പറയണെന്ന് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ ആ ഒരു കാര്യങ്ങൾ അവരാണ് മീൻസ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുന്നതായിരിക്കും കേട്ടോ. കാരണം എനിക്ക് അതിനെ പറ്റി കൂടുതൽ ഒരു ഇൻഫർമേഷൻ ഇല്ല. കൂടുതൽ എനിക്ക് ഓതന്റിക് ആയിട്ട് എനിക്ക് പറയാനും ഇതാണ്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള കൺസേൺ ഒക്കെ ഞാൻ നേരിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മാം, ഈ പിന്നെ PG കാർക്ക് എല്ലാവർക്കുമായിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആഡ് ആയിട്ടുണ്ടോന്ന്? സെപ്പറേറ്റ് PG കാരെല്ലാവരും സെപ്പറേറ്റ് പേഴ്സണൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണോ? പേഴ്സണൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പറയുന്ന കേട്ടു. അറിയില്ല. സിജി ഇങ്ങനെ ഗ്രൂപ്പ് ചാറ്റിൽ എന്തോ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല. ഞങ്ങളെ MD ഒക്ടോബർ, എനിക്കറിയത്തില്ല. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ ചാറ്റിലെ കാര്യം ഞാൻ പറയുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസ് ക്ലോസ് ആവുന്നതിന് മുമ്പ് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു ലിങ്ക് കാണാം. യെസ്, സിജി ഉണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്യായിരുന്നു. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാലോ, അതിനകത്ത് ജോയിൻ ആവാം. സിജി ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാൻ പറഞ്ഞാൽ മതി മാം. അല്ല, സിജിക്ക് ആക്കണമെങ്കിൽ നമ്പർ അറിയണമല്ലോ. സിജി സിജി പോയി കാണും. എന്തോ അവരെന്തോ ചോദിച്ചല്ലോ. ആരോ എന്തായിരുന്നു? അല്ല, ഞങ്ങളുടെ MT ഒക്ടോബർ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് PGക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മതിയോ? അതോ ഇതിൽ ജോയിൻ ആവേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളെ MT ഒക്ടോബർ ബാച്ച് ആണ് ഇപ്പൊ ഇതിലുള്ള അധികം വരും. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ PGക്ക് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡിസ്കസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ അതില് കണ്ടിന്യൂ ചെയ്താൽ മതിയോ, അത് ഇതിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത്. അത് നിങ്ങളുടെ താല്പര്യം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മള് വേറെ എന്തൊക്കെയോ ഡിസ്കഷൻ ഒക്കെ വരുമ്പോ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊതുവിലൊരു ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ പറയുവാണെങ്കിൽ അന്നേരം ഇടയ്ക്കേറിയെന്ന് പറയല്ലേ. രസ്ന സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ രസ്ന പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആവാം, ഇനി വേണ്ട എനിക്കത് ജോയിൻ ആവണ്ട, അങ്ങനെ അതൊക്കെ പേഴ്സണൽ ഡിസിഷൻ. ഓക്കെ, നോ പ്രോബ്ലം. അല്ല, ക്ലാസ്സിന്റെ കാര്യം പൊതുവിൽ എന്തെങ്കിലും പറയുമ്പോൾ പൊതുവിൽ ഗ്രൂപ്പിൽ ആയില്ലെങ്കിൽ അറിയാൻ പറ്റാതെ എന്തെങ്കിലും വിഷയം വന്നാലാണ്, അതാണ് ഞാൻ ചോദിച്ചത്. ഒഫീഷ്യലി ഒരു ചാനൽ ഉണ്ടല്ലോ PGക്കാർക്ക്, അത് ക്രിയേറ്റഡ് ആവും. ക്ലാസ് റൂം ക്രിയേറ്റഡ് ആവും. ഓൾ ദി ഇൻഫർമേഷൻസ് വിൽ ബി ദെയർ. എല്ലാ ഇൻഫർമേഷനും അതിൽ വരും. ക്ലാസിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം അതിൽ വരും. അതൊന്ന് ലൈവ് ആകാൻ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഒരൊറ്റ ക്ലാസ് ആവണല്ലേ ഉള്ളൂ നമ്മൾക്ക്, ആയിരിക്കാം. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് പേഴ്സണൽ. എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടുന്നത്. ലൈക്ക് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, അസൈൻമെന്റ് ഡീറ്റെയിൽസ്, MCQ എല്ലാം എല്ലാവർക്കും ആ ഒരു ചാനലിൽ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരും. അതെല്ലാവർക്കും അവൈലബിൾ ആണല്ലോ. മറ്റേ നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആവും. നാളെ ഞാൻ തന്നെയായിരിക്കും ക്ലാസ് കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. നല്ല ക്ലാസ്. നമുക്ക് ശരിക്കും എല്ലാവരും കൂടെ ചേർന്നാലാണ് ക്ലാസ് നമുക്ക് ലൈവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആക്ച്വലി വേറെ ക്ലാസ്സിലൊന്ന് നോട്ട്സ് എഴുതാൻ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, ഇത് ശരിക്കും കിട്ടുന്നുണ്ട്.
നമ്മളെല്ലാരും ഒരുമിച്ച് പോയാലാണ് ലൈവ് ആക്കാനൊക്കെ പറ്റുള്ളൂ. ആ ഒരു വൈബ് ഒക്കെ വരുള്ളൂ. അത് കഴിഞ്ഞതും അവരവരെ മ്യൂട്ട് ചെയ്താൽ മതി. അത് ചെയ്യണില്ലല്ലോ മാം. പറഞ്ഞു കഴിഞ്ഞത് മ്യൂട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത്. നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുപേര് പറയും മ്യൂട്ട് ചെയ്യൂല്ല. നമുക്കത് പറയാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു ക്ലാസ് കഴിഞ്ഞതും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. മീൻസ് അങ്ങനെയല്ല, എന്തായി പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അതായിരിക്കും. അല്ലല്ല, അല്ലേലും അതെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് ശ്രദ്ധിക്കാനുള്ള ഒരു സമയം കൊടുക്കണമല്ലോ. ഉദ്ദേശിച്ചത് ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിക്കാൻ നോക്കണമല്ലോ. നമ്മൾ പറയണതിന് ഉപരി അവര് പറയണത് ശ്രദ്ധിക്കണമല്ലോ, പറഞ്ഞു തീർക്കണമല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ മാം, താങ്ക് യു. എന്തോ മാമ് വീട് എവിടെയാ? വീട് നോർത്ത് പറവൂർ. ഞങ്ങളെ പുതിയ ബാച്ച്, ഞങ്ങൾക്ക് മാമില്ല. ഫസ്റ്റ് ടൈം നമ്മുടെ ക്ലാസ്സിലേക്ക്. MT8 ആണോ? 8 ആണ് മാം. MT8 ക്ലാസ് എടുക്കും മാം ഞങ്ങൾക്ക്. എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ മോർണിംഗ് ക്ലാസ്സിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നന്നായി ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പൊ കുട്ടികളും ഒക്കെ ഉണ്ട്. മാമിന്റെ ക്ലാസ് ശരിക്കും ഇപ്പൊ ഞങ്ങൾ ചെയ്യുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ക്ലാസ് എങ്ങനെയെങ്കിലും കയറാൻ പറ്റും. പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആണ്. ശരിക്കും ക്ലാസ്സിലൊരു എനർജി ഉണ്ട് ഞങ്ങൾക്ക്. ആക്ച്വലി ശരിക്കും ഒരു ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. നോക്കാം, ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യണോ? അസൈൻ ചെയ്യുന്ന ക്ലാസ്സിലാണ് ഞാൻ കയറുന്നത്. പിന്നെ ഞാൻ ഇത് കൂടാതെ വേറെ 2 സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ്. മെന്റൽ ഹെൽത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കുറച്ച് കുട്ടികളെ, സപ്പോർട്ട് ആവശ്യമുള്ള കുറച്ച് കുട്ടികളെ ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്കിടയിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ബാച്ച് എനിക്ക് സ്കിപ്പായി പോയത്. എനിക്ക് ഫ്രൈഡേയും വെനസ്ഡേയും ആ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് എനിക്ക് സെഷൻസ് തന്നത് സാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉണ്ടല്ലോ ടീച്ചർ. ആ സമയത്ത് മറ്റ് ബാച്ചുകൾക്ക് ഉണ്ട്. എനിവേ ഞാനൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങളും പറയും. ഒന്ന് പറഞ്ഞു നോക്കും. ഇടയ്ക്ക് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വന്നാൽ മതിയോ? പോരാ, ക്ലാസ് അവർ തന്നെ കിട്ടണം ഞങ്ങൾക്ക്. ശരി, നോക്കാം. എല്ലാരും നമ്മളുടെ ടൈമിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇനിയൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. മ്യൂട്ട് എല്ലാരും ഒന്നാക്കുക. എല്ലാരും ഒരു പേഴ്സണൽ ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന ക്ലാസ് കേൾക്കുന്നത്. നമ്മൾ മ്യൂട്ട് ചെയ്താൽ നമ്മുടെ പ്രൈവസി ശ്രദ്ധിക്കില്ല. Okay then, have a nice day. Thank you so much. Thank you, ma'am. Bye. ആരെയും കണ്ണിപ്പെടാതെ